ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ ഇടിവ്, അതിൻ്റെ കാരണങ്ങളിലേക്ക് നയിച്ച ഒരു മൾട്ടിപ്പിൾ റീസൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആ ഒരു മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് തന്നെയാണ്. അത് കാരണം ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇപ്പോൾ ബാരലിന് $105 മുതൽ $107 വരെ കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ടിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ്. തീർച്ചയായിട്ടും ഇത് ഈ രീതിയിൽ കൂടുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ വർദ്ധിക്കാൻ കാരണമാകും. കൂടാതെ നമ്മുടെ റുപ്പിയുടെ വാല്യൂ ഇടിയുന്നതിനും അത് കാരണമാകും. ഇന്ന് തന്നെ നമ്മൾ കാണുന്നത് റുപ്പി ഡോളറിനെതിരെ 94 മുകളിലേക്ക് വീണ്ടും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് ക്രൂഡ് ഓയിൽ പ്രൈസ് ഈ രീതിയിൽ എസ്കലേറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ ആ ഒരു തകർച്ചയുടെ ഒരു ആഘാതം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ IT സെക്ടറുകളിൽ ഉണ്ടായിട്ടുള്ള വമ്പിച്ച തകർച്ചയാണ് നമ്മുടെ മാർക്കറ്റിനെ ഇപ്പോൾ പുറകോട്ട് വലിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വന്ന HCL ടെക്കിൻ്റെ റിസൾട്ട് മോശമായിരുന്നില്ല, പക്ഷെ അവിടെ ഫ്യൂച്ചർ ഗൈഡൻസ് ഇൻവെസ്റ്റേഴ്സിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ HCL ടെക്ക് അതിനോടനുബന്ധിച്ച് വലിയ തോതിൽ താഴത്തേക്ക് പോയിരുന്നു. HCL ടെക്ക് തുടങ്ങി വെച്ച ആ ഒരു തകർച്ച ഇന്നലെ ഇൻഫോസിസിന്റെ റിസൾട്ട് വന്നതോടുകൂടി കൂടുതൽ അത് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇൻഫോസിസ് അവരുടെ ഒരു ഫ്യൂച്ചർ ഗൈഡൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 1.5% മുതൽ 3.5% ആയിട്ടാണ് അവരുടെ വളർച്ചാ നിരക്ക് അവർ പറയുന്നത്. ഇപ്പോൾ ഫ്യൂച്ചർ IT ഡിമാൻഡ് ഈ രീതിയിൽ വലിയ തോതിൽ കുറയുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ഇൻവെസ്റ്റേഴ്സ് ഇത് കണക്കിലെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി IT ഇൻഡെക്സ് തന്നെ ഏകദേശം 5% തകർന്നിട്ടുണ്ട്. ഇൻഫോസിസിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 13% ഗ്രോത്ത് ഉണ്ട്, പ്രോഫിറ്റിൽ 20% വമ്പിച്ച ഗ്രോത്ത് ഉണ്ട്, ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും 27% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, സെയിൽസിൽ 2% വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ബാലൻസ് ഷീറ്റിൻ്റെ കണക്കുകൾ നോക്കി കഴിഞ്ഞാൽ റിസൾട്ട് മികച്ചതാണെങ്കിലും ഭാവിയിലേക്കുള്ള ആ ഒരു വളർച്ച പ്രതീക്ഷകൾ കുറഞ്ഞതാണ് നിക്ഷേപകരെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ ഗൈഡൻസ് ആണ് വില്ലനായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു 5% ഇടിവ്, അത് ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ സമീപകാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വൺ ഡേ സിംഗിൾ ഫോളാണ്. അപ്പോൾ നിഫ്റ്റി IT ഇൻഡെക്സിൽ ഒരു ദിവസം 5% കൂടുതൽ ഇടിവ് സംഭവിക്കുന്നത് ഒരു അപൂർവ സംഭവമാണ്. ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു തകർച്ച ഉണ്ടായത് 2026 ഫെബ്രുവരി 26 അടുത്ത കാലത്ത്. അന്ന് 6% ഇടിയുണ്ട്. അപ്പോൾ അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പ്രത്യേകിച്ച് ആന്ത്രോപിക് AI അവർ പരമ്പരാഗത IT വരുമാനത്തെ തകർക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ് ആ രീതിയിൽ അന്ന് തകരാൻ കാരണം. അതിനു മുമ്പ് ഒരു വൺ ഡേ 5% കൂടുതലുള്ള ഫോൾ ഉണ്ടായിട്ടുള്ളത് COVID-20 ലോക്ക്ഡൗൺ കാലത്ത് മാത്രമാണ്. അന്ന് പല പ്രാവശ്യം 5% കൂടുതൽ ഇടിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിലൊക്കെ ഈ രീതിയിൽ 10% വരെ ഇടിവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ ഈ 5% സിംഗിൾ ഡേ ഫോള്, അത് തീർച്ചയായിട്ടും കോവിഡിന് ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ഫോൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. നിഫ്റ്റി IT ഇൻഡെക്സിലുള്ള 10 സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 9 സ്റ്റോക്കുകളും വലിയ ക്രാഷാണ് ഉണ്ടായിട്ടുള്ളത്. 2% മുതൽ 6% വരെ പല സ്റ്റോക്കുകളും തകർന്നിട്ടുണ്ട്. അവിടെ ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയർ മാത്രമാണ് അത്യാവശ്യം പിടിച്ചു നിന്നിട്ട് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IT ഇൻഡെക്സിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20 ഡേ 50 ഡേ 100 ഡേ 200 ഡേ മൂവിങ് ആവറേജിനൊക്കെ താഴെയായിട്ട് ഒരു ബിയറിഷ് ട്രെൻഡിലാണ് നമുക്ക് ഇൻഡെക്സ് തന്നെ കാണാൻ കഴിയുന്നത്. കൂടാതെ RSI ഇപ്പോൾ 30-നോടടുത്ത് ഓവർ സോൾഡ് സോണിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും IT ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള തകർച്ച, അതേപോലെ തന്നെ നിഫ്റ്റി 50-ലുള്ള IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ച, അതാണ് ഇന്ന് മാർക്കറ്റിൽ വലിയ തോതിൽ താഴോട്ട് കൊണ്ടുപോയതെന്ന് കാണാൻ കഴിയും. കാരണം നിഫ്റ്റി 50 ഇൻഡെക്സിലുള്ള പ്രധാനപ്പെട്ട IT സ്റ്റോക്കുകളായിട്ടുള്ള TCS, ഇൻഫോസിസ്, HCL ടെക്ക്, വിപ്രോ, ടെക് മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളിലൊക്കെ ഉള്ള ഇടിവ്, അത് മൊത്തത്തിൽ ഏകദേശം 150 പോയിന്റോളം നിഫ്റ്റിയെ താഴത്തേക്ക് വലിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, IT സ്റ്റോക്കുകൾക്ക് ഏകദേശം 9 മുതൽ 11% വെയിറ്റേജ് നിഫ്റ്റി 50-ലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്ര വലിയൊരു തകർച്ച ഉണ്ടാകുമ്പോൾ നിഫ്റ്റി 50-ലും അതിൻ്റെ ആ ഒരു പ്രതിഫലനം നമുക്ക് കാണാവുന്നതാണ്. ഇതുകൂടാതെ മാർക്കറ്റിനെ പുറകോട്ട് വലിക്കുന്ന മറ്റൊരു കാര്യം FIS ആരംഭിച്ചിട്ടുള്ള സെല്ലിംഗ് ആണ്. അപ്പോൾ അവരൊരു ബൈയിങ് മോഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും സെല്ലിംഗ് മോഡിലേക്ക് പോയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ അവരുടെ ആ ഒരു സെല്ലിങ്, അതിൻ്റെ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാം. ഇപ്പോൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് 3250 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ്. അപ്പോൾ FIS ഈ രീതിയിൽ വമ്പിച്ച സെല്ലിംഗ് നടത്തുന്നതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ചില ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകൾ ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്തത് FISൻ്റെ സെല്ലിങ്ങിനെ ബാധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിലൊന്ന് HSBCയുടെ റിപ്പോർട്ടാണ്. ഇപ്പോൾ HSBC ഇന്ത്യൻ മാർക്കറ്റിനെ അണ്ടർ വെയ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമുക്കറിയാം, HSBC അവർ റേറ്റിംഗ് കൊടുക്കുന്നത് ഒന്ന് ഓവർ വെയ്റ്റ്, മറ്റൊന്ന് ന്യൂട്രൽ, മറ്റൊന്ന് അണ്ടർ വെയ്റ്റ് എന്നാണ്. ഓവർ വെയ്റ്റ് എന്ന റേറ്റിംഗ് കൊടുത്താൽ അതിൻ്റെ അർത്ഥം മാർക്കറ്റിൽ നിക്ഷേപം കൂട്ടാം എന്നുള്ളതാണ്.
എന്നാൽ ന്യൂട്രൽ എന്നുള്ള പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാറ്റമില്ലാതെ തുടരാമെന്നാണ്. എന്നാൽ അണ്ടർ വെയ്റ്റ് എന്ന പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിക്ഷേപം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ HSBC എന്തുകൊണ്ടാണ് ഈ രീതിയിൽ നിക്ഷേപം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് HSBC എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം HSBC നമുക്കറിയാം അതിൻ്റെ ഫുൾ ഫോം ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ്. 1865 ഹോങ്കോങ്ങിലും ഷാങ്ഹായിലും പ്രവർത്തനം ആരംഭിച്ച ഈ ഒരു ബാങ്ക് നിലവിൽ ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ് സ്ഥാപനമാണ്. അപ്പോൾ യൂറോപ്പിലെ ഏറ്റവും വലിയ ബാങ്ക് കൂടിയാണിത്. അപ്പോൾ കഴിഞ്ഞ മാസം വരെ ഈ HSBC ഇന്ത്യയുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിരുന്നു. അവർ ഒരു ശുഭാപ്തി വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നു. അപ്പോൾ ഇത് രണ്ടാം തവണയാണ് ഇവർ ഇന്ത്യൻ മാർക്കറ്റിനെ ഡൗൺഗ്രേഡ് ചെയ്യുന്നത്. മാർച്ച് അവസാനം ഇന്ത്യയെ അവർ ഓവർ വെയ്റ്റ് എന്ന ലെവലിൽ കൊടുത്തതാണ്. അവിടെ നിന്ന് അത് അവർ ന്യൂട്രലിലേക്ക് മാറ്റി. ഏറ്റവും ഒടുവിൽ അണ്ടർ വെയ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇപ്പോൾ നടക്കുന്ന ഈ ഇറാൻ US വാർ തന്നെയാണ്. അത് കാരണം ബ്രന്റ് ക്രൂഡ് ഓയിലുണ്ടായിട്ടുള്ള വർധനവ് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി രാജ്യമായിട്ടുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിൽ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ഇവരുടെ ഒരു അനുമാനം. അതുപോലെ ക്രൂഡ് ഓയിൽ 20% ഉയരുന്നത് നിഫ്റ്റി 50 കമ്പനികളുടെ ഏർണിംഗ്സിൽ 1.5% വരെ കുറവുണ്ടാക്കുമെന്നാണ് HSBC കണക്കുകൂട്ടുന്നത്. കൂടാതെ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് രൂപയുടെ മൂല്യം ഇടിയാനും അതുവഴി ഇൻഫ്ലേഷൻ വർദ്ധിക്കാനും കാരണമാകുമെന്നും അവർ പ്രവചിക്കുന്നു. കൂടാതെ നിലവിലുള്ള FIAസിൻ്റെ പിൻമാറ്റം അതും ഒരു കാരണമായിട്ട് HSBC ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം സൗത്ത് കൊറിയ പോലെയുള്ള എമേർജിംഗ് മാർക്കറ്റിലേക്ക് FIAs ഫണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലെ എല്ലാ മേഖലകളും മോശമാണെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നില്ല. ചില പ്രത്യേക മേഖലകളിൽ ഇപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് തന്നെയാണ് HSBC സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് പ്രൈവറ്റ് ബാങ്ക് മേഖലയിലാണ്, മറ്റൊന്ന് ബേസ് മെറ്റൽസ്, മറ്റൊന്ന് ഹെൽത്ത് കെയർ. ഈ 3 സെഗ്മെൻ്റാണ് അവർ പോസിറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ HSBC പോലെയുള്ള ഒരു വമ്പൻ സ്ഥാപനം അണ്ടർ വെയ്റ്റ് റേറ്റ് നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് FIAs കൂടുതൽ കോഷ്യസ് ആവും. അപ്പോൾ അത് താൽക്കാലികമായിട്ടെങ്കിലും മാർക്കറ്റിൽ ഒരു ഇടിവിന് കാരണമാകും. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം ഇൻ്റർനാഷണൽ ബ്രോക്കറേജുകളുടെ അനുമാനങ്ങൾ അത് അവർ ഇടയ്ക്കിടെ മാറ്റിക്കൊണ്ടിരിക്കാറുമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2026 ഡിസംബറോടെ സെൻസെക്സ് 94,000 തൊടുമെന്ന് പ്രവചിച്ചത് ഇതേ HSBC ആണ്. അവരാണിപ്പോൾ റേറ്റിംഗ് താഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ആഗോളതലത്തിൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ ഇവർ അവരുടെ ടാർഗറ്റ് മാറ്റാറുണ്ട്. അപ്പോൾ ഇനി ഭാവിയിൽ ഗ്ലോബൽ സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ആകുമ്പോൾ ഒരുപക്ഷെ അവർ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് റേറ്റ് ചെയ്തേക്കാം. ഇതേപോലെ തന്നെ ആഗോള ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള JP മോർഗനും ഇന്ത്യൻ വിപണിയെക്കുറിച്ച് അവർ ഓവർ വെയ്റ്റ് എന്ന ലെവലിൽ നിന്നും ഇപ്പോൾ ന്യൂട്രലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. HSBCയേക്കാൾ അത്ര മോശമായിട്ട് അവർ ഇന്ത്യൻ മാർക്കറ്റിനെ JP മോർഗൻ കാണുന്നില്ല. അപ്പോൾ നിലവിലുള്ള അവസ്ഥ തുടരാമെന്ന് തന്നെയാണ് അവരുടെ ഒരു അനുമാനം. അപ്പോൾ JP മോർഗൻ നിഫ്റ്റിയിൽ അവർ പ്രവചിച്ച ഒരു ടാർഗറ്റ് 30,000 ആയിരുന്നു. അതിപ്പോൾ അവർ 27,000 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ 2026 അവർ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 27,000 ആണ്. അതുകൂടാതെ നല്ലൊരു ബുൾ റാലി ഉണ്ടാവുകയാണെങ്കിൽ 33,000 എന്ന ലെവൽ വരെ നിഫ്റ്റി പോകുമെന്ന് അവർ പ്രവചിച്ചിരുന്നു. അതിപ്പോൾ അവർ ബുൾ റാലി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ 30,000 എന്ന ലെവലിലേക്ക് അത് താഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ മാർക്കറ്റ് ബിയറിഷ് ആവുകയാണെങ്കിൽ 24,000 വരെയായിരുന്നു അവർ മുമ്പ് പ്രവചിച്ചത്. എന്നാൽ മാർക്കറ്റ് ഇപ്പോൾ അതിന് താഴെ പോയതുകൊണ്ട് ഇപ്പോൾ അവർ പ്രവചിക്കുന്നത് 20,500 എന്ന ലെവലാണ്. അപ്പോൾ ഇവിടെ JP മോർഗനും ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് സാധാരണ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ഒന്ന്, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ ഉയർന്നു, സ്ട്രെച്ചഡ് ആയിട്ടുള്ള വാല്യുവേഷനാണ്. അതുപോലെ തന്നെ നിലവിലുള്ള യുദ്ധഭീതിയും ക്രൂഡ് ഓയിൽ പ്രൈസ് വർധനവും മാർക്കറ്റിൽ പ്രതികൂലമായി വന്നിട്ടുണ്ട്. അതുപോലെ ഓട്ടോ, എനർജി, കൺസ്യൂമർ സെക്ടറുകളിലുള്ള സ്റ്റോക്കുകളിൽ ഏർണിങ്സിൻ്റെ ഒരു റിസ്ക് ഉണ്ടെന്നും അത് കുറയാൻ സാധ്യത ഉണ്ടെന്നുമാണ് അവരുടെ പ്രവചനം. മറ്റൊന്ന് റുപ്പിയുടെ ഡിവാല്യുവേഷനാണ്. കൂടാതെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ IT സെഗ്മെൻറ്റിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകളും ഇതുമായിട്ട് അത് കൂട്ടി വായിക്കേണ്ടതാണ്. അതായത് അമേരിക്കൻ വിപണികളെ പോലെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനം ഇപ്പോൾ ഇല്ല എന്നത് ഒരു വെല്ലുവിളിയാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് നമുക്ക് കണക്കൂട്ടാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് മാർക്കറ്റിലെ ഇടിവിൽ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളുടെ അലേർട്ട് റിപ്പോർട്ടുകളും അതുപോലെ നിഫ്റ്റിയിലെ ടാർഗറ്റ് കുറച്ചതും FIAസിനിടയിൽ ശക്തമായ സെല്ലിംഗ് പ്രഷർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നിലവിലുള്ള മാർക്കറ്റിൽ താൽക്കാലികമായിട്ടെങ്കിലും താഴോട്ടേക്ക് പോകാൻ കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നലെ റിസൾട്ട് വന്ന ചില സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് യൂണിയൻ ബാങ്കാണ്. അപ്പോൾ ബാങ്കിൻ്റെ ആ ഒരു നെറ്റ് പ്രോഫിറ്റ് അത് 6.6% വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ ക്വാർട്ടറുമായിട്ട് അപേക്ഷിച്ചിട്ടും 6% വർധനവ് പ്രോഫിറ്റിലുണ്ടായിട്ടുണ്ട്. എന്നാൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് മാർക്കറ്റിൽ നെഗറ്റീവായി വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് യൂണിയൻ ബാങ്ക് സ്റ്റോക്കിൽ ഒരു ഫോളോ നമ്മൾ കാണുന്നത്. അപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം അത് 2.97 നിന്നും 2.64% ആയിട്ടാണ് കുറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്.
ഗ്രോസ് NPA 3.6 നിന്നും 2.32 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA 0.48 ആയിട്ടും താഴ്ന്നിട്ടുണ്ട്. അതുപോലെ ക്രെഡിറ്റ് ഗ്രോത്തിൽ 9.7% വർധന ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡെപ്പോസിറ്റ് ഗ്രോത്ത് 2.7% മാത്രമാണ് വർദ്ധിച്ചത്. അതും ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ട്. കൂടാതെ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇവരുടെ പ്രൊവിഷനിൽ 3 ഇരട്ടി വർധനമുണ്ടായിട്ടുണ്ട്. അതായത് 322 കോടിയിൽ നിന്നും 1055 ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് ഈ നോൺ പെർഫോമിംഗ് അസറ്റുകളുടെ ഒരു ഫ്യൂച്ചർ അവർ കാണുന്നത് കൊണ്ടാണ് ഈ രീതിയിൽ പ്രൊവിഷൻ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതും ഈ സ്റ്റോക്കിൽ ഒരു നെഗറ്റീവായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഈ സ്റ്റോക്കിൽ വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് ഇനി ഉറ്റുനോക്കുന്നത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്കായിട്ടുള്ള ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് അവരുടെ Q4 റിസൾട്ടുകൾ പുറത്തു വന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ നല്ലൊരു ഗ്രോത്ത് ഈ കമ്പനിയുടെ ബിസിനസ്സിൽ നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 11% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂവിൽ 22%ൻ്റെയും വർധന ഉണ്ടായിട്ടുണ്ട്. അതുപോലെ IEXൻ്റെ അവർ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ക്വാർട്ടർലി വോളിയം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ബിസിനസ്സിൽ 39.4 ബില്യൺ യൂണിറ്റിൻ്റെ ഇലക്ട്രിസിറ്റിയാണ് ഇവരുടെ എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത് മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഏകദേശം 24% വർധനമാണ്. അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന കാര്യത്തിൽ 6% വർധന ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഇൻകം സോഴ്സാണ്. മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നത് IEXനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവാണ്. എന്നാൽ IEX നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോഴും മാർക്കറ്റ് കപ്ലിംഗ് ആണ്. കാരണം എല്ലാ എക്സ്ചേഞ്ചുകളും ഒരേ വില നടപ്പിലാക്കാനുള്ള ഒരു നീക്കവുമായി സർക്കാർ ഇപ്പോഴും മുന്നോട്ടേക്ക് പോവുകയാണ്. അത് IEXൻ്റെ മൊണോപ്പൊളി തകർക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസ് ആണ്. അപ്പോൾ എപ്പോഴൊക്കെ ഈ മാർക്കറ്റ് കപ്ലിങ്ങുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് അപ്പോഴൊക്കെ ഈ സ്റ്റോക്കിൽ ഒരു ക്രാഷ് ഉണ്ടാകുന്നത് കാണാം. ചുരുക്കത്തിൽ ബിസിനസ് വോളിയത്തിൻ്റെ കാര്യത്തിലായാലും പ്രോഫിറ്റിൻ്റെ കാര്യത്തിൽ ആയാലും IEX നല്ല പ്രകടനമായിട്ട് കാഴ്ചവെച്ചിരുന്നത്. ഇന്ന് തന്നെ മാർക്കറ്റിലെ തുടക്കത്തിൽ ഈ ഒരു പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമൊക്കെ IEXൻ്റെ ഷെയർ പ്രൈസ് മുന്നോട്ട് പോയെങ്കിലും പിന്നീട് ജനറൽ മാർക്കറ്റ് ട്രെൻഡ് ഡൗൺ ആയപ്പോൾ ശക്തമായ സെല്ലിങ് IEXൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ ഇന്ന് മാർക്കറ്റിൽ വലിയൊരു ക്രാഷ് കടന്ന സ്റ്റോക്കാണ് അനന്തരാജ് ലിമിറ്റഡ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു വാർത്ത അത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതൊരിക്കലും ഒഫീഷ്യലായിട്ടോ സ്ഥിരീകരിക്കപ്പെട്ട ഒരു വാർത്തയുമല്ല. കാരണം അനന്തരാജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ED അവരുടെ ഫെസിലിറ്റികളിൽ പരിശോധനകൾ നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ പ്രധാനമായിട്ടും മണി ലോണ്ടറിങ് കേസുമായി ബന്ധപ്പെട്ട ഈ നടപടി ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഇവരുടെ കമ്പനികളുടെ ഓഫീസുകളിൽ പരിശോധന നടത്തി എന്നാണ് പല ന്യൂസ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിൽ വലിയൊരു പാനിക് സൃഷ്ടിച്ചു. അപ്പോൾ ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി ഇന്ന് 520 റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയായിരുന്ന ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് വലിയ തോതിൽ ക്രാഷായിട്ട് 440-50 ലെവൽ വരെയൊക്കെ താഴത്തേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ റെയ്ഡിന് പിന്നാലെയുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് മുമ്പ് നടന്ന ചില ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട്. അതാണ് ഇപ്പോൾ EDക്ക് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ പരിശോധന നടത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കമ്പനിയുടെ പ്രൊമോട്ടർമാരുടെയോ ഡയറക്ടർമാരുടെയോ ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു അന്വേഷണം നീങ്ങുന്നത്. പക്ഷേ ഇത് തികച്ചും ഒരു റൂമറാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ കമ്പനി അവർ കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു വിശദീകരണം തരേണ്ടതുണ്ട്. അപ്പോൾ അത് വരുന്നത് വരെ ഈ ഒരു അൺസർട്ടനിറ്റി അവിടെ തുടരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ദിവസങ്ങളിൽ കമ്പനി എക്സ്ചേഞ്ച് ഫയലിങ്ങിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ നൽകുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെ കമ്പനിക്ക് ഈ ഒരു റെയ്ഡിൽ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു റീബൗണ്ട് ഉണ്ടാവും. നമുക്കറിയാം മാർക്കറ്റിൽ ഒരു ചൊല്ലുണ്ട് സെൽ ഓൺ റൂമേഴ്സ് ആൻഡ് ബൈ ഓൺ ന്യൂസ് എന്നുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു വിശദീകരണത്തിന് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും കാത്തിരിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ടെക്നിക്കൽ ബ്രേക്ക് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ 24,000 എന്ന ഒരു പ്രധാന സപ്പോർട്ട് ലെവൽ തകർത്തതോടുകൂടി ഒരു പാനിക് സെല്ലിംഗ് ആണ് ഇന്ന് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇത് ഇനിയും താഴോട്ടേക്ക് പോകുമെന്ന ഒരു ഭയത്താൽ ഇൻവെസ്റ്റേഴ്സ് സ്വാഭാവികമായിട്ടും വലിയ തോതിൽ വിറ്റയച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 24,000, 24,200 എന്ന സ്ട്രൈക്ക് പ്രൈസിലാണിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കോൾ റേറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ 24,000 മുകളിലോട്ടേക്ക് ഇനി മാർക്കറ്റിന് തിരിച്ചു പോവുക കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുപോലെ 23,800 സ്ട്രൈക്ക് പ്രൈസ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു പ്രധാന സപ്പോർട്ട് 23,500 അവിടെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ബിൽഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്ട്രോങ് ബേസ് ആയിട്ട് നിൽക്കാനാണ് ഇനി സാധ്യത. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ 23,500, 24,000 ലെവലിലേക്ക് അതിൻ്റെ ആ ഒരു റേഞ്ച് മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും മൺഡേ മാർക്കറ്റ് 23,800 മുകളിൽ പിടിച്ചു നിൽക്കാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു തിരിച്ചുകയറ്റം ഉണ്ടായേക്കാം. എന്നാൽ 24,000, 24,100 എന്ന മേഖല ശക്തമായ റെസിസ്റ്റൻസ് ആയി നിൽക്കാനാണ് സാധ്യത. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.